Away from his man, shoulder up, and he's lifted it up for Haaland! He plunders again! ഹാളണ്ടിന്റെ രണ്ടടിയിൽ ചിറകൊടിഞ്ഞു വീണു കാനറികൾ. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് മൈതാനത്ത് സുൽത്താനും സംഘത്തിനും കണ്ണീരോടെ മടക്കം. സ്വപ്നത്തെ എത്തിപ്പിടിക്കാൻ സുൽത്താൻ ആദ്യമായി ഇറങ്ങിയ അതേയിടത്ത് അവസാന മത്സരവും പൂർത്തിയായപ്പോൾ അയാളുടെ മനസ്സിലേക്ക് എന്തെല്ലാം കടന്നു വന്നിരിക്കും. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടും യാതൊരു ദയയും കാണിക്കാത്ത വിധിയെ പഴിച്ച് വർഷങ്ങളുടെ ഓർമ്മകളിലേക്ക് അയാൾ മടങ്ങിയിട്ടുണ്ടാകും. എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ചരിത്രം തിരുത്തി കുറിക്കാൻ ഇറങ്ങിയതായിരുന്നു ബ്രസീൽ. എന്നാൽ ചരിത്രത്തിന്റെ തനിയാവർത്തനത്തിലൂടെ വീഴ്ത്തി നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ബ്രസീലിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്താണ് നോർവീജിയൻ വിജയം. നോർവേക്ക് വേണ്ടി 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും ഗോൾ മെഷീൻ എർലിംഗ് ഹാളണ്ടാണ് ഗോൾ നേടിയത്. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ നെയ്മറാണ് ബ്രസീലിന് വേണ്ടി ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളും അവസാന ഗോളുമായിരുന്നു അത്. 1998-ലെ ലോകകപ്പിലും ബ്രസീലിനെ നോർവേ 2-1 തോൽപ്പിച്ചത്. ഇതോടെ 2002-ലെ 5ാം കിരീട വിജയത്തിനു ശേഷം തുടർച്ചയായ 6ാം ലോകകപ്പിലും ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങി. 1990-ന് ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്നത്. ഇതുകൂടാതെ നോർവേക്കെതിരെ ഇതുവരെ ജയിച്ചിട്ടില്ല എന്ന നാണക്കേടിന്റെ ചരിത്രവും പേറണം. 2ാം പകുതിയിൽ നോർവേ താരം ആൻഡ്രിയാസ് ഷെൽഡ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങിയതോടെയാണ് മത്സരത്തിന്റെ ഗതി മാറിയത്. ഷെൽഡ്രൂപ്പിന്റെ വേഗതയേറിയ മുന്നേറ്റങ്ങൾ ബ്രസീൽ പ്രതിരോധ നിരയെ ആകെ സമ്മർദ്ദത്തിലാക്കി. 75 മിനിറ്റ് വരെ ബ്രസീലിയൻ ഡിഫൻഡർമാരായ ഗബ്രിയേലും മാർക്കിന്യോസും ചേർന്ന് എർലിംഗ് ഹാളണ്ടിനെ കൃത്യമായി മാർക്ക് ചെയ്ത് നിർത്തിയിരുന്നു. എന്നാൽ ആൻഡ്രിയാസ് ഷെൽഡ്രൂപ്പ് കളത്തിലിറങ്ങിയതോടെ ബ്രസീലിന്റെ തന്ത്രങ്ങൾ പാടെ പാളി. പിന്നാലെ 79-ാം മിനിറ്റിൽ നോർവേയുടെ ആദ്യ ഗോൾ പിറന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ആൻഡ്രിയാസ് ഷെൽഡ്രൂപ്പ് ഇടതുവശത്തു നിന്ന് നൽകിയ മനോഹരമായ ക്രോസ് ബോക്സിനുള്ളിൽ ഉയർന്നു ചാടിയ എർലിംഗ് ഹാളണ്ട് ഉഗ്രനൊരു ഹെഡറിലൂടെ വലയിലെത്തിച്ചു. സ്കോർ 1-0. മത്സരത്തിന്റെ നിശ്ചിത സമയം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഹാലണ്ടിലൂടെ നോർവേയുടെ അടുത്ത പ്രഹരം. വീണ്ടും ആൻഡ്രിയാസ് ഷെൽഡ്രൂപ്പിന്റെ അസിസ്റ്റിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഹാലണ്ട് ബ്രസീൽ ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് പന്ത് നിയന്ത്രിച്ച ശേഷം ശക്തമായ ലോ ഷോട്ട്. ബ്രസീൽ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ വെറും കാഴ്ചക്കാരനായി നിന്നു. വലയുടെ വലതുമൂലയിലേക്ക് തുളച്ചു കയറിയ 2ാം ഗോൾ. ഇരട്ട ഗോളുകളോടെ ഹാളണ്ട് ഈ ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 7 ഉയർത്തി. ഇതോടെ ബ്രസീലിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സമയത്ത് ഇഞ്ചുറി ടൈമിൽ ടീമിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത സൂപ്പർ താരം നെയ്മർ പന്ത് ലക്ഷ്യത്തിലെത്തിച്ചെങ്കിലും ബ്രസീലിന് വിജയിക്കാൻ അത് മതിയാകുമായിരുന്നില്ല. ആദ്യ പകുതിയിൽ ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഒന്നും ഗോളാക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. നോർവേക്കെതിരെ ലീഡെടുക്കാനുള്ള സുവർണ അവസരം ബ്രസീൽ പാഴാക്കി. 10ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞിയെ ഫൗൾ ചെയ്തതിന് വാർ പരിശോധനയ്ക്കു ശേഷം റഫറി ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. എന്നാൽ 14ാം മിനിറ്റിൽ കിക്കെടുത്ത ബ്രസീലിന്റെ മിഡ്ഫീൽഡർ ബ്രൂണോ ഗിമാറസിന്റെ ഷോട്ട് നോർവീജിയൻ ഗോൾ കീപ്പർ ഓറിയൻ നെയ്ലാൻഡ് തകർപ്പൻ സേവിലൂടെ തടഞ്ഞു. മത്സരത്തിന്റെ 3ാം മിനിറ്റിൽ തന്നെ നോർവേ താരം പാട്രിക് ബർഗ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത മനോഹരമായ കർവിംഗ് ഷോട്ട് ബ്രസീലിന്റെ വലയിലെത്തിച്ചിരുന്നു. എന്നാൽ ക്രോസ് നൽകിയ അലക്സാണ്ടർ സോർലോത്ത് ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നതിനാൽ റഫറി ഈ ഗോൾ അനുവദിച്ചില്ല. പന്തടക്കത്തിലും പാസിലും നോർവേ മുന്നിട്ടു നിന്നെങ്കിലും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് ബ്രസീലായിരുന്നു. പക്ഷേ ഹാളണ്ടിന്റെ 2 അടിയിൽ ചിറകറ്റു വീണു കാനറികൾ. അവസാന മത്സരത്തിൽ സുൽത്താന കണ്ണീർ മടക്കം.